നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ബി.ജെ.പി. നേതാക്കൾക്ക് മുട്ടം പണികൊടുക്കാൻ ഏകനാഥ് ഷിൻഡെ വിചാരിച്ചാൽ കഴിയും എന്നുള്ളത് അത് കൃത്യമായും മഹാരാഷ്ട്രയിൽ കൃത്യമായി കാണിച്ചു കൊടുക്കേണ്ടതിൻ്റെ അനിവാര്യത ഇപ്പോൾ ഉടലെടുത്തിരിക്കുകയാണ്. 57 MLA-മാരും 7 MP-യുമുള്ള പാർട്ടിയാണ് എൻ്റേത് എന്ന് കൃത്യമായി തന്നെ ഏകനാഥ് ഷിൻഡെ പറയുന്നുണ്ട്. എന്നാൽ ഉദ്ധവ് വിഭാഗത്തെ പിണക്കിക്കൊണ്ട് ഉദ്ധവ് വിഭാഗത്തിൽ നിന്നും അടർന്നു മാറിയപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പാർട്ടി നേതാക്കൾക്ക് പലർക്കും ഉണ്ടായിരുന്നു. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മറന്നുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഏകനാഥ് ഷിൻഡെ താൽക്കാലികമായാണ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടി ശ്രമിച്ചത്. പക്ഷേ BJP അത് പരമാവധി ചതിയിലൂടെ മുതലെടുപ്പ് രാഷ്ട്രീയം നടത്തി. ഇപ്പോഴിതാ കേന്ദ്രത്തിൽ കൃത്യമായും ഏകനാഥ് ഷിൻഡെ ചരട് മുറുക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നിർണായകമായി നടത്തുന്നു. ഏകനാഥ് ഷിൻഡെ 7 MP-മാർ കൂടെ ഉണ്ട് എങ്കിൽ പോലും കേവല ഭൂരിപക്ഷമില്ലാത്ത BJP-യെ വരച്ച വരയിൽ നിർത്താൻ പല കളികളും കളിക്കാൻ അദ്ദേഹത്തിന് കഴിയും. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി പദവി നേടിയെടുത്തേ കാര്യമുള്ളൂ എന്നായിരുന്നു ഷിൻഡെയുടെ ആദ്യ പ്രയോഗം. ബീഹാർ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാറും താനും തമ്മിൽ എന്ത് വ്യത്യാസമാണെന്ന ഏകനാഥ് ഷിൻഡെയുടെ ചോദ്യം പ്രസക്തമാവുകയാണ്. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിൻ്റെ MP-മാരുടെ പിന്തുണ പോലെ തന്നെ തൻ്റെ MP-മാരുടെയും പിന്തുണ കൊണ്ട് തന്നെയാണ് BJP ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത്. അത് മറന്നുകൂടാ. മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന കുതിരക്കച്ചവടം, അതുപോലെ തന്നെ വൻ അട്ടിമറി, അവിടെ നടന്ന കള്ളപ്രചരണം, കള്ള രീതിയിലുള്ള വോട്ടിംഗ് പാറ്റേൺ, അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഈ അനാസ്ഥ, അതായത് EVM വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട ക്രമക്കേട്, ഇതെല്ലാം നേരിട്ടറിയുന്ന മഹായുതി സഖ്യത്തിലെ പ്രമുഖ പാർട്ടിയാണ് ഞങ്ങളുടേത് എന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തിയാണ് ഏകനാഥ് ഷിൻഡെ വെടിപൊട്ടിക്കുന്നത്. ഭയപ്പെടുത്തുകയാണ് ഇപ്പോൾ ദേവേന്ദ്ര ഫട്നാവിസിനെയും കൂട്ടരെയും. നിങ്ങളുടെ ചതിക്ക് കൂട്ടുനിന്നവരാണ് ഞങ്ങൾ. ആ ചതി ജനങ്ങളുടെ മേൽ തന്നെയാണ് പ്രയോഗിച്ചത്. പക്ഷേ ഞങ്ങൾക്കും അതിൽ നേട്ടമുണ്ടായതുകൊണ്ട് താൽക്കാലികമായി നിന്നു. പക്ഷേ അത് എക്കാലവും നിലനിൽക്കും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇത് പറഞ്ഞുകൊണ്ടാണ് ഏകനാഥ് ഷിൻഡെ ഇപ്പോൾ തുറന്നടിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ ഷിൻഡെയ്ക്ക് കൃത്യമായി അറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേണാണ് നിയമസഭയിൽ ആവർത്തിച്ചതെങ്കിൽ BJP-ക്ക് 50 സീറ്റ് പോലും തികച്ച് ലഭിക്കുകയില്ലായിരുന്നു മഹാരാഷ്ട്രയിൽ. പക്ഷേ അങ്ങനെയല്ല പിന്നീട് സംഭവിച്ചത്. നമുക്കറിയാം, 2014 നരേന്ദ്രമോദി നിരവധിയായ റാലികൾ നടത്തി BJP-യെ കേവല ഭൂരിപക്ഷത്തിനടുത്തേക്ക് എത്തിക്കാം എന്ന് വിചാരിച്ച ആ തെരഞ്ഞെടുപ്പിൽ പോലും, അതായത് BJP 288 സീറ്റിലും തനിച്ച് മത്സരിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും അവർക്ക് 122 സീറ്റ് മാത്രമേ കിട്ടിയുള്ളൂ. അതായത് BJP-യുടെ ഉച്ചസ്ഥായി ഏറ്റവും വലിയ മികച്ച പ്രകടനം നടത്തുന്നു എന്ന് അവർ വിശേഷിപ്പിച്ച, വോട്ട് ഷെയർ ഏറ്റവും കൂടുതൽ ലഭിച്ച ആ തെരഞ്ഞെടുപ്പിൽ പോലും BJP-ക്ക് കിട്ടിയ സീറ്റ് നിലയാണ് 122 സീറ്റുകൾ. എന്നാൽ ഇത്തവണ 148 സീറ്റുകളിൽ മത്സരിച്ച BJP-ക്ക് 132 സ്ഥലങ്ങൾ എങ്ങനെയാണ് വിജയിക്കാൻ കഴിഞ്ഞതെന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം. അതിന് കൃത്യമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് വീക്ഷണമാണ് ഇപ്പോൾ നടന്ന ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ്, അതായത് നന്ദേദ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ ആ ശ്രദ്ധ കൃത്യമായി മനസ്സിലാകും. BJP എന്തുമാത്രം ചതിയാണ് ജനങ്ങളോട് കാണിച്ചത് എന്നത് വെളിപ്പെടുത്താൻ ഞങ്ങൾക്കധികം താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും കടിച്ചു പിടിച്ച് മിണ്ടാതിരിക്കുന്നതെന്ന വെടിയാണ് ഏകനാഥ് ഷിൻഡെ പൊട്ടിച്ചിരിക്കുന്നത്. എങ്ങനെയാകും ഷിൻഡെയുടെ ഇനി വരും ദിവസങ്ങളിലെ പ്രതികരണമെന്ന് കൃത്യമായി പ്രവചിക്കാൻ പോലും ഫട്നാവിസിന് കഴിയില്ല. ഫട്നാവിസിനെ അകത്താക്കാനുള്ള മരുന്നുമായാണ് ഷിൻഡെ ഇപ്പോൾ നടക്കുന്നത്.